സ്റ്റുഡൻസ്, നമ്മൾ തിത്തലി കാ ഖമൺ അല്ലേ, ഏത് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? തിത്തലി കാ ഖമൺ. ഖമൺ എന്ന് വെച്ചാൽ എന്താണ്? അഹങ്കാരമാണ് അല്ലേ. തിത്തലിയുടെ അഹങ്കാരം, ബട്ടർഫ്ലൈയുടെ അഹങ്കാരം അല്ലേ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്നുകൂടി ന്യൂ വേർഡ്സ് ഒക്കെ വായിച്ച് നമുക്ക് പഠിക്കാം. രംഗ് ബിരംഗെ ക്യാരി. ക്യാരി എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ഫീൽഡ് അല്ലേ. ഫീൽഡ് എന്ന് വെച്ചാൽ ചെറിയ ഫീൽഡ്. ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോട്ടം. ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയൊരു പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ ക്യാരി എന്ന് പറയുന്നത്. ഖമൺ. ഖമൺ. രംഗിന, ഖീഡ, ഗുസ, പ്യാരി, ദുബല, പതല. एक थी तितली बहुत सुंदर रंग बिरंगे चमकीले पंगों वाली तितली उसका नाम था चमको. एक थी तितली. ഒരു തിത്തലി ഉണ്ടായിരുന്നു അല്ലേ. തിത്തലി എന്താണ്? ബട്ടർഫ്ലൈ ആണ് അല്ലേ. തിത്തലി എന്ന് പറഞ്ഞാല് ബട്ടർഫ്ലൈ ആണ്. തിത്തലി ബട്ടർഫ്ലൈ. തിത്തലി ബഹുത്ത് സുന്ദർ, വളരെ മനോഹരമായ രംഗ് ബിരംഗെ ചമക്കിയിലെ പങ്കോം വാരി തിത്തലി. പല നിറത്തിലുള്ള എന്തുണ്ടായിരുന്നു? കളറ് അല്ലേ. നമ്മുടെ ചിത്രശലഭങ്ങൾക്ക് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും എന്താണ്? പല രീതിയിലുള്ളത്, പല കളറിലുള്ള സുന്ദരമായി ആയിട്ടുള്ളതായിരിക്കും എന്ത്? നമ്മുടെ ബട്ടർഫ്ലൈസ് അല്ലേ. ഉസ്കാ നാം ദാ ചമക്കോ. അതിൻ്റെ പേരെന്തായിരുന്നു? ചമക്കോ. പേരെന്തായിരുന്നു? ചമക്കോ. चमको. उसका नाम था चमको. उसे अपने रंग रूप पर बहुत घमंड था. അവൾ വളരെ അഹങ്കാരിയായിരുന്നു. എന്തിന്? അവളുടെ രംഗ് രൂപം എന്ന് വെച്ചാൽ നിറഭേദങ്ങളുടെ അല്ലേ, നിറത്തിൻ്റെ രൂപത്തിലൊക്കെ അവൾ വളരെ അഹങ്കാരിയായിരുന്നു. വെച്ചാൽ അത്ര സുന്ദരിയായിരുന്നു. ബഹുത്ത് സുന്ദർ മാൻതീഥി. അവൾ എന്താണ്? വളരെ മനോഹരമായിട്ടായിരുന്നു നടന്നിരുന്നത് അല്ലേ. ഏക് ദിൻ തിത്തലി ബഗീച്ചമേ ഘൂം രഹി ഥി. ഒരു ദിവസം ബഗീച്ച പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഘൂം രഹി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്നതിനെയാണ് ഘൂം എന്ന് പറയുന്നത്. കവി ഇസ് പുൽ പർ തോ കവി ഉസ് പുൽ പർ. കുറച്ച് സമയം ഈ പൂവിലിരിക്കും, കുറച്ച് സമയം അപ്പുറത്തെ പൂവിലും ഇരിക്കും അല്ലേ. അചാനക് ഉസെ ക്യാരി മേ രംഗ്ത എക്ക് കീട ദിഖായി ദിയ. ഒരിടത്ത് അപ്പോൾ ആ സമയം ക്യാരിമേ ഒരു ഫീൽഡിൽ എന്തുണ്ടായിരുന്നു? ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് ഭാഗത്തെ പറയുന്നതാണ്, സ്മോൾ ഫീൽഡിനെ പറയുന്നതാണ് ക്യാരി. രംഗത്തായിട്ട് കീട ദിഖായി ദിയ. അവിടെ എന്തു കണ്ടു? ഒരു കീടയെ കണ്ടു അല്ലേ. കീടയെ കണ്ടു. ക്യാരിയെ കുറച്ച് ധീരെ വെച്ചാൽ രംഗിനെന്ന് വെച്ചാൽ ധീരെ ചണ്ട, നേരെ ഇങ്ങനെ നടന്നു പോകുന്നതിനെയാണ് അങ്ങനെ രംഗത്ത എന്ന് പറയുന്നത്. കീട ലംബ ദുബല പതല ഒരു മിട്ടിക്ക് രംഗിക്കാത. കീട എന്തായിരുന്നു? നീളമുള്ള. ദുബല പതല എന്ന് വെച്ചാൽ എന്താണ്? വളരെ കംസോർ. പുഴുവിനെ കണ്ടിട്ടില്ലേ? എങ്ങനെയാ? ഒരു തൂവലൊന്നും ഇല്ലാതെ മണമണമെന്നൊക്കെ ഇരിക്കുന്നത് അല്ലേ. നേരെ ലംബ നീളത്തിലുള്ള. और मिट्टी के रंग का മണ്ണിൻ്റെ നിറമായിരുന്നു. ഓക്കെ. ഉസ്കെ ശരീരം पर एक भी पंख नहीं था. അതിൻ്റെ ശരീരത്തിൽ എന്തുണ്ടായിരുന്നില്ല? ചിറകുകളോ തൂവലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. तितली को उसे देखकर बड़ी नफरत हुई. वह कीड़े से बोली, दूर हट, मेरे पास मत आना, तुम कितने गंदे लग रहे हो, तुम्हें देखकर मेरा दिल घबरा रहा है. എന്തായിരുന്നു പറഞ്ഞേ? നിന്നെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിനക്ക് ഗന്ധേ അഴുക്കായിട്ടാണ് തോന്നുന്നത്, നീ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ. കീട ഹംസക ബോല. കീട ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? अच्छा ऐसी बात है तुम्हें शायद यह पता नहीं कि कुछ दिन पहले तुम भी मेरे जैसे ही थी. കീട ചിരിച്ചുകൊണ്ട് എന്താണ് തിരിച്ചു പറഞ്ഞത്? അച്ഛ ഐസി ബാത്തയോ, അങ്ങനെയാണോ കാര്യം? തും ഷായദ് യഹ പതാ നഹാങ്കി കുച്ച് ദിൻ പഹലെ, കുറച്ച് നാൾ മുമ്പ് എന്താണ്? തും ഭി മേരെ ജൈസി ഹി ഥി, നീയും എന്നെ പോലെ ആയിരുന്നു, അല്ലാതെ ഇപ്പം വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചിറകൊക്കെ മുളച്ച് സുന്ദരിയല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ചമുക്കോ തിത്തലിക്കോ ഒക്കെ സുൻകർ ഗുസ ആകിയ. ചമുക്കോ തിത്തലിക്ക് ഇത് കേട്ടിട്ടപ്പോൾ എന്ത് തോന്നി? ദേഷ്യം വന്നല്ലേ. ഗുസ ആകിയ. വഹ് ബോലി ക്യാ ബഹുത്ത് ഹോ മേ ഔർ തുമാരെ ജൈസി. ഇതെന്തോ പറയുന്നേ? ഞാനും
എന്നാണ് ചോദിച്ചത്. തും ഇത്തനെ ഗന്ദേ ബദ്സൂറത്ത് ഹോ, തും ഇത്തനെ ഗന്ദേ ബദ്സൂറത്തെ ഹോ, മേ ഇത്തനി സുന്ദർ തും ഝൂട്ട് ബോൾത്തെ ഹോ. നീ ഇത്രയും അഴുക്കുള്ള ബദ്സൂറത്ത് എന്ന് വെച്ചാൽ എന്താ, പണമൊന്നുമില്ലാത്ത സുന്ദരമല്ലാത്തത്, അതിനെയാണ് ബദ്സൂറത്ത് എന്ന് പറയുന്നത്. ഖൂബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഭംഗിയുള്ളത്. മേ ഇത്തനി സുന്ദർ, ഞാൻ ഇത്രയും മനോഹരമായിട്ടുള്ളതാണ് അല്ലേ. തും ഝൂട്ട് ബോൾത്തെ ഹോ, നീ എന്താണ്, ചൂട്ട് എന്ന് വെച്ചാൽ കള്ളം പറയുന്നതിനാണ് ഝൂട്ട് ബോൾത്തെ ഹോ എന്ന് പറയുന്നത്. തും ഝൂട്ട് ബോൾത്തെ ഹോ കീടാ ബോല കോയി ബാത്ത് നഹി, ഒരു കോയി ബാത്ത് നഹി, സാരമില്ല. തും കുച്ച് ദിൻ ബാദ് ഖുദ് കി ദേഖ് ലെനാ കി മേ ഝൂട്ട് ബോൾ രഹാ ഹൂം യാ സച്ച്. തും കുച്ച് ദിൻ ബാദ്, നീ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീ നോക്കിക്കോണം ഇത് ഞാൻ കള്ളം പറഞ്ഞാന്നോ അല്ലയോ എന്നുള്ള കാര്യം നീ നോക്കിക്കോ. ഝൂട്ട് യാ സച്ച്. ഓക്കെ, ടീക്ക് തുമേ ദേഖ് ലൂംഗി, കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പിരിയാണ്. തിത്തിലിനെ കഹാ അവർ കുട്ടുകയും പിന്നെ കാണാം, വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തിത്തിലി പറഞ്ഞിട്ട് അവിടുന്ന് ഉട്കയും എന്ന് പറഞ്ഞാൽ പറന്നുപോയി. कुछ दिन बाद वह कीड़ा एक छोटी तितली में बदल गया. चमको तितली घूमती हुई वहाँ आई. कुछ दिन बाद वह कीड़ा, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കീട എന്ത് ചെയ്തു, एक छोटी तितली में बदल गया, ഒരു ചോട്ടി തിത്തലിയായി മാറി അല്ലേ. എങ്ങനെയാണ് ചോട്ടി തിത്തലിയായി മാറുന്നത്, അതിൻ്റെ ചിറകൊക്കെ വിരിഞ്ഞ് തൂവലൊക്കെ വന്ന് പല നിറത്തിലുള്ള ഒരു കുഞ്ഞു തിത്തലി, കുഞ്ഞു പൂമ്പാറ്റയായി വന്നു. ആരാണ്, ആ പഴയ കീട. പഴയ കീട അങ്ങനെ വന്നപ്പോൾ एक छोटी तितली में बदल गया. चमको तितली घूमती हुई वहाँ आई. उस छोटी तितली को देखकर बोली, अरे वाह नन्ही तितली. ആര് കണ്ടു, ചംകോ തിത്തലി കണ്ടു അല്ലേ. ചംകോ തിത്തലി ഈ കുഞ്ഞു തിത്തലിയെ കണ്ടിട്ട് എന്താ ചോദിക്കുന്നേ, കുംതി ഹുയി. കുംതി ഹുയി എന്ന് പറഞ്ഞാൽ കറങ്ങി, കറങ്ങി നടന്ന ചംകോ തിത്തലി ആരെ കണ്ടു, കുഞ്ഞു തിത്തലിയെ കണ്ടു. കുഞ്ഞു പൂമ്പാറ്റയെ കണ്ടിട്ട് ചോദിക്കുക എന്താണ്, അരേ വാ നൻഹി തിത്തലി. അരേ വാ, ഇതാണ് ഒരു ചെറിയ തിത്തലി, ഇതൊരു ചെറിയ കുഞ്ഞു നല്ല സുന്ദരമായ ഒരു തിത്തലി. തും തോ ബഹുത്ത് പ്യാരി ഹോ, വളരെ ഇഷ്ടത്തോടു കൂടി നീ വണ്ണെ കണ്ടിട്ട് വളരെ ഇഷ്ടം തോന്നുന്നു. ആരാ പറയുന്നേ, ചമക്കോ തിത്തലി. അപ്പോൾ ആലോചിച്ചോണം, ചോട്ടി തിത്തലി ഹംസക്കർ ബോലി. ചോട്ടി തിത്തലി എന്ത് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറയുക, തുന്നെ മുച്ചേ നഹി പകച്ചാന, നീ എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലയോ. ആരാ ചോദിക്കുന്നേ, കുഞ്ഞു തിത്തലി ചോദിക്കാം. മേത്തോ വഹി ഗന്ധാ കീടാഹും, നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ, ഞാൻ ആരായിരുന്നു, ഞാൻ ഒരു ചെറിയ കീടയായിരുന്നു അല്ലേ. ജിസെ ദേഖ്കർ തുമേ നഫറത്ത് ഹോത്തി थी, उसकी बात सुनकर चमको तितली घबरा गई. ഇത് കേട്ടിട്ട് ആർക്കാ അതിശയം ഉണ്ടായത്, ആർക്കാണ് അതിശയമായി പോയത്, നമ്മുടെ വലിയ പൂമ്പാറ്റയ്ക്ക്. ओके, उसकी बात सुनकर चंपो तितली घबरा गई और वह तेजी से वहाँ से उड़ गई. ഭയങ്കര ഒരു നാണക്കേടും ഒക്കെ തോന്നിയല്ലേ. അപ്പോൾ കുഞ്ഞു തിത്തലി പറഞ്ഞത് ശരിയായിരുന്നു എന്നൊക്കെ തോന്നി. നാണം കേട്ട് ആര് പറന്നുപോയി, കുഞ്ഞു തിത്തലി കണ്ടിട്ട് ആര് പറന്നുപോയി, ചംകോ തിത്തലി പറന്നുപോയി അല്ലേ. ചോട്ടി തിത്തലി ഖിൽ ഖിലാക്കർ ഹംസപ്പൊടി. ആര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, ആര്, കുഞ്ഞു തിത്തലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒന്നുകൂടി മേഡം വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, അതുപോലെ വായിക്കാൻ ശ്രമിക്കുകയും വേണം കേട്ടോ. ओके, एक थी तितली बहुत सुंदर रंग बिरंगे चमकीले पंखों वाली तितली. उसका नाम था चमको. उसे अपने रंग रूप पर बहुत घमंड था. वह खुद को बहुत सुंदर मानती थी. एक दिन तितली बगीचे में घूम रही थी, कभी इस फूल पर तो कभी उस फूल पर. अचानक उसे क्यारी में रेंगता एक कीड़ा दिखाई दिया. कीड़ा लंबा दुबला पतला और मिट्टी के रंग का था. उसके शरीर पर एक भी पंख नहीं था. तितली को उसे देखकर
बड़ी नफरत हुई। वह कीड़े से बोली, दूर हट, मेरे पास मत आना, तुम कितने गंदे लग रहे हो, तुम्हें देखकर मेरा दिल घबरा रहा है। कीड़ा हंसकर बोला, अच्छा ऐसी बात है, तुम्हें शायद यह पता नहीं कि कुछ दिन पहले तुम भी मेरे जैसे ही थी। चमको तितली को यह सुनकर गुस्सा आ गया। वह बोला, क्या बगते हो, मैं और तुम्हारे जैसी तुम इतने गंदे बदसूरत हो, मैं इतनी सुंदर, तुम झूठ बोलते हो। कीड़ा बोला, कोई बात नहीं, तुम कुछ दिन बाद खुद ही देख लेना कि मैं झूठ बोला रहा हूँ या सच। ठीक है, तुम्हें देख लूँगी, तितली ने कहा और उड़ गई। कुछ दिन बाद वह कीड़ा एक छोटी तितली में बदल गया। चमको तितली घूमती हुई वहाँ आई। उस छोटी तितली को देखकर बोली, अरे वाह नन्ही तितली, तुम तो बहुत प्यारी हो। छोटी तितली हंसकर बोली, तुमने मुझे नहीं पहचाना, मैं तो वही गंदा कीड़ा हूँ जिसे देखकर तुम्हें नफरत होती थी। उसकी बात सुनकर चमको तितली घबरा गई और वह तेजी से वहाँ से उठ गई। छोटी तितली खिलखिलाकर हंस पड़ी। ओके, നെക്സ്റ്റ് ശബ്ദാർത്ഥാണ് ഖമൺ, ഗർവ്, ഗുസ്സ, നാരാസ് होना, नन्ही छोटी, दुबला पतला कमजोर, नफरत घृणा, रेंगिना, धीरे धीरे चलना. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പഠിച്ചതാണ് അല്ലേ മൗഖികിൽ. ചംകോ കോൻ ഥി, ചംക ആരായിരുന്നു? ഒരു സുന്ദരിയായ എന്തായിരുന്നു? പൂമ്പാറ്റയായിരുന്നു അല്ലേ. തിത്തിലി കൈസി ഥി, എങ്ങനെയുള്ളവളായിരുന്നു? അവൾ സുന്ദരിയും എങ്ങനെ ഖമൺ, അഹങ്കാരിയുമായിരുന്നു അല്ലേ. कीड़े का रंग कैसा था? मिट्टी के रंग का था. कीड़े के शरीर पर कितने पंख थे? ഒരു പങ്കും കീടയ്ക്ക് ശരീര पर पंख नहीं थे അല്ലേ. ചിറകൊന്നും ഇല്ലായിരുന്നു. एक भी पंख नहीं थे. तितली के पंख कैसे थे? തിതലിയുടെ പങ്ക്, ചിറകുകൾ എങ്ങനെയുള്ളതായിരുന്നു? രംഗ് ബിരംഗെ പങ്കായിരുന്നു അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞില്ല. ഇതിനകത്ത് തന്നെയുണ്ട് ബഹുത്ത് സുന്ദർ രംഗ് ബിരംഗെ ചമക്കിയിലെ പങ്കോ വാലി തിത്തലി. എങ്ങനെയുള്ളതായിരുന്നു തിത്തലിയുടെ പങ്ക്? ചിറകുകൾ എങ്ങനെയുള്ളതായിരുന്നു? തിത്തലിക്ക് പങ്ക് ബഹുത്ത് സുന്ദർ ഔർ രംഗ് ബിരംഗെ ചമക്കിയിലെ പങ്ക് ഥി അല്ലേ. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നേ? തിത്തലിക്ക് പങ്ക് എങ്ങനെയുള്ളതായിരുന്നു? ബഹുത്ത് സുന്ദർ ഔർ രംഗ് ബിരംഗ് കെ ഥേ. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ബഹുത്ത് സുന്ദർ ഔർ രംഗ് ബിരംഗ് കെ ഥേ. ഓക്കെ, എങ്ങനെയുള്ളതായിരുന്നു? വളരെ മനോഹരവും എങ്ങനെയുള്ളതായിരുന്നു? ബഹുത്ത് സുന്ദറുമായിരുന്നു അല്ലേ. വളരെ ബ്യൂട്ടിഫുള്ളും ആയിരുന്നു, അതുപോലെ പല നിറത്തിലുമുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തിത്തലി അപ്പനെ ആപ്കോ കൈസാ മാൻതി ഥി. സ്വന്തമായിട്ട് എങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്? അഹങ്കാരിയായിരുന്നു അല്ലേ. എങ്ങനെയാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്? ഞാൻ ബഹുത്ത് സുന്ദർ മാൻതി ഥി. ബഹുത്ത് സുന്ദർ മാൻതി ഥി അല്ലേ. ഞാൻ വളരെ മനോഹരിയായിരുന്നു എന്നാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ്, തിത്തലി കോ കിസ് ബാത് കാ ഘമണ്ഡ്. തിത്തലി എന്ത് കാര്യത്തിൻ്റെ പേരിലായിരുന്നു ഘമണ്ഡായത്, അഹങ്കാരിയായിരുന്നത്? അവസെ അപ്പനെ രംഗരൂപ ബഹുത്ത് ഘമണ്ഡ അല്ലേ. അവളുടെ രംഗരൂപത്തിലാണ് അവൾ അഹങ്കാരിയായി മാറിയത് അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കീടേക്കോ ദേഖക്കർ തിത്തലിക്കോ കൈസാലക. കീടെ കണ്ടിട്ട് തിത്തലിക്ക് എന്താണ് തോന്നിയത്? കീടെ നമ്മൾ വായിച്ച സെന്റൻസിൽ തന്നെ ഉണ്ടല്ലേ. തിത്തലി കോ ദേഖക്കർ ബഡി നഫറത്ത് ഹുയി അല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. നഫറത്ത് എന്ന് വെച്ചാൽ ഘൃണ. നഫറത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകുന്നതിന് വെറുപ്പ് തോന്നത്തില്ലേ, അതിനാണ് പറയുന്നത് ഘൃണ. ഓക്കെ, कीड़े ने
हम्स कर तितली से क्या कहा? कीड़े ने हम्स कर तितली से क्या कहा? कीड़े ने हम्स ചിരിച്ചുകൊണ്ട് കീടേനെ ഹംസ് കർ തിത്തലി സേ ക്യാ കഹ? കുഞ്ഞു തിത്തലി അല്ലേ, കുഞ്ഞു കീട എന്താണ് തിത്തലിയോട് പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തും ഭി മേരെ ജൈസേ അല്ലേ, കുറച്ചു കാലം മുമ്പ് നീ എന്തായിരുന്നു? എന്നെ പോലെ ആയിരുന്നു. അച്ഛാ ഐസി ബാത്തേ തുമേ ശായദ് യഹ പതാ നഹി കി കുछ दिन पहले तुम भी मेरे जैसे ही थी. കുറച്ച് നാൾ മുമ്പ് നീ എന്നെ പോലെ ആയിരുന്നു അല്ലേ, എന്നെ പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. സഹി വികൽപ पर സഹി का निशान लगाइए. ഫസ്റ്റ് എന്താണ്? തിത്തലി കാ നാം ക്യാ താ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചാണ്. ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടി ഉള്ളൂ നമ്മൾ പറയാൻ. തിത്തലി കാ നാം എന്തായിരുന്നു? ചമുക്കോ. എന്തായിരുന്നു? ചമുക്കോ. തിത്തലി के पंख कैसे थे? रंग बिरंगे के थे. ഇതില് കാലയുണ്ട്, ബസൂറത്തുണ്ട്, അതോടെ എന്താണ്? രംഗ് ബിരംഗെ. അപ്പൊ എന്തായിരുന്നു ആൻസർ? രംഗ് ബിരംഗെ. കീട ഔർ തിത്തലി കഹാ മിലേ. എവിടെ വെച്ചായിരുന്നു കണ്ടുമുട്ടിയത്? ഒരു ചെറിയൊരു ഫീൽഡിലായിരുന്നു അല്ലേ, ക്യാരിമേ. എന്തായിരുന്നു? ഫൂൽപ്പറ. തെറ്റൊന്നുമില്ല, കാരണം ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിലായിരുന്നു അല്ലേ. ബട്ടർഫ്ലൈസ് ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? പൂവിലായിരുന്നു. പക്ഷേ ഇവിടെ ക്യാരിമേന്നും കൂടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ക്യാരി എഴുതിയാൽ മതി. കീടയുടെ ശരീരം पर कितने पंख थे? കീടയുടെ ശരീരത്തിൽ എത്ര പങ്കുണ്ടായിരുന്നു? एक भी नहीं थी അല്ലേ, ഒരു പങ്കും ഇല്ലായിരുന്നു അല്ലേ, ഒരു ചിറകും ഇല്ലായിരുന്നു. പങ്കെന്ന് വെച്ചാൽ എന്താണ്? ചിറകുകൾ, വിങ്സ് ആണ് അല്ലേ. പങ്കെന്ന് വെച്ചാൽ ചിറക്, വിങ്ങാണ്. പങ്കേം എന്ന് വെച്ചാൽ എന്താണ്? ചിറകുകൾ. ചോട്ടി തിത്തലിക്ക് ബാത്ത് സുൻകർ ചംകോ കോ ക്യാ ഹുവാ? ചോട്ടി തിത്തലിയുടെ ബാത്ത് കേട്ടിട്ട് എന്താണ്? ചോട്ടി തിത്തലിക്ക് ബാത്ത് സുൻകർ ചംകോ കോ ക്യാ ഹുവാ? എന്താ ഖബരാ ഹോഗയില്ലേ, സന്തോഷം കൊണ്ട് അല്ല സോറി, പിന്നെ അവൾക്ക് ഒരു വാക്ക് കേട്ടിട്ട് ചോട്ടി തിത്തലിയുടെ സംസാരം കേട്ടപ്പോഴത്തേക്കും ഇഷ്ടമുണ്ടായോ? അല്ല, ഇഷ്ടക്കേടുണ്ടായോ? അവിടെ നിന്ന് പെട്ടെന്ന് പറന്നു പോവുകയാണല്ലേ. छोटी तितली की बात सुनकर चमको को क्या हुआ? घबरा गई, नाचने लगी, खुश हो गई. घबरा गई അല്ലേ, ഇഷ്ടക്കേട് തോന്നി അവിടെ നിന്ന് പറന്നാണ് പോയത്. चमको को घूमते घूमते क्या दिखा? चमको को घूमते घूमते क्या दिखा? എന്താണ് കണ്ടത്? ആരെയാ കണ്ടത്? ഷേറിനെയാണോ, കീടയാണോ, തോത്തയാണോ? കീടയാണ് കണ്ടത് അല്ലേ. കറങ്ങി കറങ്ങി വന്നപ്പോൾ ഒരു കീടയാണ് കണ്ടത്. दिए गए शब्दों से खाली स्थान भरिए. कीड़ा डैश में रेंग रहा था, क्यारी में അല്ലേ. എവിടെയാണ് കണ്ടത്? എഴഞ്ഞു പോകുന്നത് എവിടെയാണ് കണ്ടത്? ക്യാരി में. എന്താണ് ആൻസർ? ക്യാരി में. छोटी तितली ने कहा मैं वही गंदा डैश हूँ. छोटी तितली എന്താണ് പറഞ്ഞത്? ഞാൻ ചെറിയൊരു കീടയാണ് അല്ലേ. മേ വഹി ചോട്ടി തിത്തലിനെ കാ മേ വഹി ഗന്ധ. ഞാൻ ആരായിരുന്നു? പഴയ ഒരു കീടയായിരുന്നു എന്ന് പറഞ്ഞല്ലേ ലാസ്റ്റ്. അതാണ് പറഞ്ഞത് മേ വഹി ഗന്ധ കീടാഹൂ. ഓക്കെ. ठीक है मैं तुम्हें डैश लूंगी. ठीक है मैं तुम्हें डैश लूंगी എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, ഞാൻ പോയിട്ട് നിന്നെ വീണ്ടും കാണാം അല്ലേ. ദേഖ് ലൂങ്കി, വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ ദേഖ് ലൂങ്കി അല്ലേ, കാണാം എന്നാണ് പറഞ്ഞത്. തും തോ ബഹുത്ത് പ്യാരി ഹോ അല്ലേ, മേളിൽ കിടപ്പുണ്ട് പ്യാരി. പ്യാരി വെച്ചാൽ നീ വളരെ സ്നേഹമുള്ളതാണെന്നല്ലേ. തും ബഹുത്ത് പ്യാരി ഹോ. തിത്തലി വഹാം സേ തേസി സേ ഉഡ് ഗയി. തിത്തലി അവിടെ നിന്നും വളരെ സ്പീഡിൽ പറന്നുപോയി അല്ലേ. തിത്തലി വഹാം സേ തേസി സേ ഡാഷ് ഗയി എന്ന് വെച്ചാൽ എന്താണ്? പറന്നു പോയി അല്ലേ. കീട ഡാഷ് മേ രംഗ് രഹാദ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? കീട ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കീട ഡാഷ് മേ രംഗ് രഹാദ. എവിടെയായിരുന്നു? ക്യാരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? छोटी तितली ने कहा डैश में वही गंदा
എന്താണ് പറഞ്ഞത്? ഞാൻ പഴയ ഒരു കീടയായിരുന്നു. കീട. തേർഡ് എന്താണ്? ठीक है मैं तुम्हें डैश लूंगी. ഞാൻ നിന്നെ കണ്ടോളാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ തും തോ ബഹുത്ത് ഡാഷ് ഹോ. തും തോ ബഹുത്ത് പ്യാരി ഹോ. അഞ്ചെന്താണ്? തിതലി വഹാം സെ തേസി സെ ഉഡ് ഗയി. പറന്നുപോയി അല്ലേ? അതെന്താണ്? ക്യാരി. ക്യാരി കീട. ദേഖ് എന്നല്ല, ദേഖ. ദേഖെന്നേ ഉള്ളൂ. ദേഖ് പ്യാരി വുഡ്. പറന്നു പോകുന്നതിനാണ്. പ്യാരി എന്ന് വെച്ചാൽ സ്മോൾ ഫീൽഡ്. കീട എന്താണ്? കീട അല്ലെ, ചെറിയ പ്രാണിയാണ് അല്ലെ. പുഴുവിനെ കണ്ടിട്ടാണ് കീട എന്ന് പറഞ്ഞത്. ദേഖ് എന്ന് വെച്ചാൽ പിന്നെ കണ്ടോളാം എന്നുള്ള അർത്ഥത്തിൽ. പ്യാരി എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടത്. ഓക്കെ. ഉഡ്ഗൈ എന്ന് പറഞ്ഞാൽ പറന്നു പോവുക. നെക്സ്റ്റ് പഠിയെ സമുച്ചയ और लिखिए. रस्सी रस्सियाँ, റോട്ടി റോട്ടിയാം, ബിജലി ബിജലിയാം, തിത്തലി. ഇതെല്ലാം ഈ എന്നുള്ള മാത്രം മാറി ജസ്റ്റ് ഈ ആയി മാറും. ഓക്കെ. അതിൻ്റെ കൂടൊപ്പം യാം ചേർത്താണ് നമ്മൾ എഴുതുന്നത്. രസ്സി രസ്സിയാം, റോട്ടി റോട്ടിയാം, ബിജലി ബിജലിയാം, തിത്തലി തിത്തലിയാം, മച്ചലി മച്ചലിയാം, ജാലി ജാലിയാം. ഓക്കെ. നെക്സ്റ്റ് ഇറുകി മാത്ര. അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഋതു ഋണ്, വൃക്ഷ വൃഥ, പൃഥ്വി ഋഷഭ്, ഋഷി കൃപ, ദൃശ്യ ദൃഷ്ടി, ഋച്ച ഋത്വിക്, ഗൃഹ് പിതൃ, സൃഷ്ടി. ആ വാക്കുകളൊക്കെ എഴുതി പഠിക്കാനുള്ളതാണ്. അത് എഴുതി പഠിക്കണം. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് നോട്ട്സ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. എല്ലാവരും എഴുതിയെടുത്ത് മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, വൈൻഡ് അപ്പ് ദ ക്ലാസ്. ബൈ, സി യു.